അപ്പോഴേ നമുക്കിന്ന് കണ്ണൻ്റെ ശങ്കുവിൻ്റെ ലഞ്ച് ബോക്സിൽ എന്താണെന്ന് നോക്കിയാലോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരിയില്ലേ, ആ ഒരു കുത്തിയരി വെച്ചൂരിന്ന് എടുക്കുന്നത്, അത് തീർന്നു പോയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വാങ്ങിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ അച്ചായിയാണ് എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ വെച്ചൂര് വരെ പോകുമ്പോൾ ഒരു ദൂരം ഉണ്ടല്ലോ. അത് മാത്രമല്ല ഇനി ഓണമാണല്ലോ വരുന്നത്. ആ ടൈമിൽ എന്താണെങ്കിലും അരി എടുക്കാൻ പോകണം. പിന്നെ എനിക്ക് അന്നേരം മതി എന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത കടയിൽ നിന്ന് ആ വൈറ്റ് റൈസ് വാങ്ങിയിട്ടാണ്. എനിക്ക് ആക്ച്വലി വൈറ്റ് റൈസ് ഇഷ്ടമാണ്, കണ്ണന് പൊതുവെ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും പിന്നെ 2-3 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ കറി എന്താണെന്നൊക്കെ നോക്കാവേ. കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. നമ്മുടെ ചെറിയുള്ളിയും കാന്താരിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചമ്മന്തിയില്ലേ, അത് ഞാൻ അരച്ച ജാറിൽ തന്നെ വെച്ചാൽ വേറൊന്നുമല്ല. ഇനി മറ്റൊരു പാത്രത്തിലോട്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതും കൂടി കഴുകാൻ നിൽക്കണ്ടേ. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കൊടുത്തു വിടും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആക്കണ്ടല്ലോ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് തന്നെ അരച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നിരുന്നത്. പിന്നെ ഒരു പാത്രത്തിലാക്കി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് കരുതി. പിന്നെ മുട്ട വറുത്തതുണ്ട്. അത് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ അതിന് പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അതാണ് ആ കറുത്ത കളറിലെ കുത്തുകുത്ത് കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പെപ്പറില്ലേ, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടതാണ്. ശംഖുവിൻ്റെ പാത്രത്തിൽ പിന്നെ ഇത് വെക്കാൻ സ്ഥലമില്ല. നമ്മുടെ ആ ചെറുപയർ മെഴുക്കുവരട്ടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ടാക്കി വെച്ചേ. അപ്പോൾ ഇതും കൂടി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരുന്നേ. കാരണം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്, ചെറിയ പാത്രം അത്. അപ്പോൾ കണ്ണൻ്റെ പാത്രത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒറ്റ പാത്രത്തിലാക്കി സെറ്റാക്കിയതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.